ഓട്ടാർമറൊക്കെ മെയിൻ സ്ട്രീമിൽ എനിക്ക് ലൂഫിക്കാണ്. ഫാനാണ്, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ആർലോങ് ആർക്ക് കൊനിജിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീംസ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് വി ഹാവ് എ ഗസ്റ്റ്. അപ്പം അവൻ തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ അവന് തന്നെ മാൻഡിൽ കൊടുക്കുന്നു. ഹേ ഓൾ, എൻ്റെ പേര് അലൻ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്ട്രാ കോമിക്കെന്ന് അറിയാമായിരിക്കും. അറിയാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുക. ചെറിയൊരു ആനിമി കോണ്ടന്റ് ക്രിയേറ്ററാണ്. പിന്നെന്താ, വഴിയിൽ നിന്ന് ഞങ്ങൾക്ക് കളഞ്ഞു കിട്ടിയതാണ്. അപ്പോൾ ഒരേ രീതിയിലുള്ള ഒരേ ജോണർ കണ്ടിട്ട് ചെയ്യുന്നത് കൊണ്ടും ആനിമ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഞങ്ങൾ വിചാരിച്ചു വൈ നോട്ട് ഒരുമിച്ചൊരു പോഡ്കാസ്റ്റ് എന്നുള്ളൊരു ആയിക്കൂടാ. അതെ, ആലപ്പുഴയിൽ നിന്ന് ചെറുക്കരെ ഞങ്ങൾ ഈ മഴയത്ത് വിളിച്ച് വരുത്തിയതാണ്. സോ ആൻഡ് ഇന്നത്തെ വീഡിയോ ഇസ് സ്പോൺസേഡ് ബൈ കുംബായ കൊമ്പൂച്ച. അതിൻ്റെ ഡീറ്റെയിൽസ് ജുബൈർ പറയുന്നതായിരിക്കും. താങ്ക് യു ഫോർ സ്പോൺസറിങ് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജസ്റ്റ് പ്രോബയോട്ടിക് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഗട്ട് ഹെൽത്ത്. നമുക്കിപ്പം നോർമൽ ഫുഡിൽ നിന്നാണെങ്കിലും പ്രോബയോട്ടിക് കിട്ടാൻ വെച്ച് പാടാണ്. യോഗർട്ട് പോലുള്ള സാധനങ്ങൾ മാത്രമേ പ്രോബയോട്ടിക് നോർമലി കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്കൊരു ഡ്രിങ്ക് രൂപത്തിൽ കുറച്ചും കൂടി നമ്മളെ ഗട്ട് ഹെൽത്ത് കൂട്ടാനും, അതായത് ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി നല്ലതാവും, നമ്മളുടെ ഹോൾ ഹെൽത്ത് ചൂട് നല്ലതാവും. നമ്മളെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ കോളനകത്ത് വരുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു റെമഡി അല്ലെങ്കിൽ എന്തിനു പറയുന്ന ഒരു OTC ഒരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കുംബായയുടെ കുംബൂച്ച. സോ യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്, വൺസ് ട്രൈ ചെയ്യുക. ഞങ്ങൾക്ക് ഒരു പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് കിട്ടും. നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും കാണും. സോ അത് യൂസ് ചെയ്യുക, ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് ബെറി മിക്സും മാംഗോ സാഫ്രോൺ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മാംഗോ സാഫ്രോൺ ആണ്. ആൻഡ് എൻ്റെ ലിച്ചി, അതെ, ലിച്ചി എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല, എന്നാലും മാംഗോ സാഫ്രോൺ വേർ. അപ്പോൾ അല്ല, വൈ ആനിമി, എങ്ങനെ നീ കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് വന്നു? കണ്ടന്റ് ക്രിയേഷൻ അബൌട്ട് ആനിമി. കണ്ടന്റ് ക്രിയേഷൻ ആനിമിലേക്ക് വരുന്നത് ഒരു ബ്രദറിൻ്റെ സഹത്തോടെയായിരുന്നു. ഞാൻ സീരീസും മൂവീസും കാണുമായിരുന്നു. അങ്ങനെയാണ് ആനിമിലേക്ക് വരുന്നത്. ആനിമിലേക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ബാക്കി എല്ലാത്തിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞ് ആനിമിയിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടി. ആ ഒരു കൾച്ചർ, ആ ഒരു രീതി, സ്റ്റൈല് എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. മാനുവലിലേക്ക് എത്തി. ഇപ്പോൾ ആനിമി ഓർ മാനുവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാനുവൽ എന്ന് പറയത്തുള്ളൂ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടവും. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ ഞാൻ ആനിമി നല്ല തുടങ്ങിയത്. ഞാൻ മാർവൽ DC സെറ്റപ്പ് ആയിരുന്നു. അതുകൊണ്ട് പച്ച പിടിക്കൽ മനസ്സിലായപ്പോൾ ഞാൻ നേരെ ആനിമിയിലേക്ക് വരുമായിരുന്നു. എക്സ്ട്രാ കോമിക് എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് എക്സ്ട്രാ കോമിക് എന്നിട്ടത്. അതെ, കോമിക് ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ വലിയ ഗുണമില്ലെന്ന് മനസ്സിലായപ്പോൾ ആനിമിയിലേക്ക് കയറി. പിന്നെ ആനിമിയാണ് ആനിമി. അപ്പോൾ ഞാൻ നോക്കിയപ്പം വേറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും ഇല്ല അധികം നമ്മൾ തുടങ്ങിയ ടൈമിൽ. അങ്ങനെയാണ് നിന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടല്ലേ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക്? വളർന്നിട്ടുണ്ട്, പക്ഷെ അതേപോലെ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലൈക്ക് ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു ആനിമി റെക്കമെൻഡ് ചെയ്ത് അത് കാണാൻ ചിലപ്പോൾ ഒരു 10 പേരെ കാണത്തുള്ളൂ. പക്ഷേ എല്ലാവരും കണ്ടിട്ടുള്ളൊരു ആനിമിനെ പറ്റി പറഞ്ഞാൽ മാത്രമേ കോണ്ടന്റ് റീച്ച് ആവുന്നുള്ളൂ. റീസെൻ്റ്ലി നമ്മൾ എത്ര നല്ലൊരു അണ്ടർ റേറ്റഡ് ആനിമി സജസ്റ്റ് ചെയ്താലും സംഭവം റീച്ച് ആവുന്നില്ല. നമ്മുടെ വൺ പീസിന് ആള് കയറുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ചില സമയത്ത് കിട്ടാത്ത നല്ല രീതിയിൽ റീച്ച്, നല്ല ഒരു ഔട്ട്പുട്ട് കൊടുത്ത് അത്ര എഫേർട്ട് ഇട്ടിടുന്ന ഒരു കണ്ടന്റിനെ റീച്ച് കിട്ടത്തില്ല. ഇപ്പൊ വൺ പീസ് JJK അല്ല, ഗോജോ ഒരു വീഡിയോയിൽ ഞങ്ങൾ വരെ ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നേ വരെ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഷോർട്സ് അല്ല, ഫുൾ പോഡ്കാസ്റ്റ്. സുക്കുണ ശാപം. ക്യാമറ അടിച്ചു അല്ലെങ്കിൽ കറണ്ട് പോവും, എന്തേലും ഇപ്പൊ എങ്ങനെ പോയാലും അതുപോലത്തെ നമുക്കിപ്പം എല്ലാവർക്കും ഫേവറേറ്റ് ഉള്ള അനിമി മാത്രം റെക്കമെൻഡ് ചെയ്താലേ ആൾക്കാർ കാണത്തുള്ളൂ. ഇപ്പൊ പറയുന്ന ആനിമി ഫാൻ എന്ന് പറയുന്നവരാണെങ്കിൽ കൂടിയും 1-2 മെയിൻ സ്ട്രീംസ് ആയിരിക്കും അവരും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ മെയിൻ സ്ട്രീംസ് മാത്രം കാണുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് നമ്മൾ അല്ലെങ്കിൽ നല്ല സ്റ്റോറി ലൈൻ പറയാൻ പറ്റത്തില്ല. 10 പേരിരിക്കുന്ന സദസ്സിൽ
അവർക്കറിയാം എന്ന് പറയാൻ വേണ്ടി കാണുന്ന ഒരു ആൾക്കാർ വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഫോർ ക്രിട്ടിസൈസിങ് എ കണ്ടന്റ്, അങ്ങനെയുള്ള രീതിയിൽ. അതായത് ഇപ്പം ഒരുപാട് പേരെ കാണുന്നുണ്ട്, മറ്റേ അവർക്ക് ഒരു ക്യാരക്ടറിന്റെ പേരറിയായിരിക്കും, ആ ക്യാരക്ടർ എവിടെ ഏതൊരു സിറ്റുവേഷനിലാണ് വന്നത് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്, ആ ക്യാരക്ടറിന്റെ ഒരു ഹോൾ സ്റ്റോറി ആർക്ക് ഇവർക്ക് അറിയത്തില്ലായിരിക്കും. ഇവർക്ക് ആർക്കും അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ആരാണ്, ആ ക്യാരക്ടർ ആരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്, ആ ക്യാരക്ടറിന്റെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇത്ര ആയിരിക്കും അവർക്ക് അറിയാവുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി നമ്മൾ പറയത്തില്ല, മറ്റേ ഇൻസ്റ്റാഗ്രാം കണ്ട് വൺ പീസ് കണ്ട ആൾക്കാർ, റീൽസ് അങ്ങനെയുള്ള നമ്മളിൽ പലരും അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ യൂട്യൂബിൽ ഒരു സ്ക്വയറിനകത്ത് വീണ്ടും സ്ക്വയർ കട്ട് ചെയ്ത് അതിൻ്റെ ചെറുത് അതിനകത്ത് റൂട്ടോ കണ്ടു തുടങ്ങിയതാ. ചില സമയത്ത് റിയാക്ഷൻ ആയിരിക്കും. അതെ, ചില സമയത്ത് റിയാക്ഷൻ ആയിരിക്കും. ഞാൻ എനിക്ക് സ്വാലിയാന്ന് തോന്നുന്നു, സ്വാലി IGTV വാറാർക്ക് കണ്ടിട്ട്, അന്ന് IGTV ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം TV, അതിനകത്ത് വാറാർക്ക് കണ്ടിട്ട് എങ്ങനെയാണ് സ്വാലി കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ നറൂട്ടോക്കെ ഫില്ലറും എല്ലാം കണ്ടായിരുന്നു. ഒന്നും അറിയാൻ മേലത്തെ ടൈമിലാണ് നറൂട്ടോയിലേക്ക് കയറുന്നത്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഫില്ലർ എന്ന് പറയുന്നത് കഥയായിട്ട് ബന്ധമില്ലാത്തതാണ്. ഞാൻ ഈ പറഞ്ഞ ബ്ലീച്ചിന്റെ ഫുള്ള് ഫില്ലർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബ്ലീച്ച് ഫാനുള്ള ഇവൻ പോലും കണ്ടിട്ടില്ല ഫില്ലർ ഫുള്ള്. ഞാൻ കണ്ടത്, അയ്യോ ഞാൻ അത് കണ്ടതോടെ ബ്ലീച്ച് കാണുന്നത് നിർത്തിയത്. ഞാൻ വെറുത്തു ചിലപ്പോ ഫില്ലർ കണ്ടിട്ടുള്ളതായിരിക്കാം. ഞാൻ ഈ ബ്ലീച്ചിന്റെ ഫില്ലർ അതിന്റെ കൂട്ടുകാരൻ പറഞ്ഞു കാണേണ്ട ആവശ്യം. ഈ ബ്ലീച്ച് ചിലപ്പോ എനിക്ക് അങ്ങനെ വെറുത്തു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഫില്ലർ കൺട്രോൾ ഫില്ലർ ആർക്ക്, അതൊരു ആർക്ക് മൊത്തം ഫില്ലറാ. പിന്നെ പിന്നെ മറ്റേ തൊലിഞ്ഞാർക്ക് ഫുൾ ബ്രിങ്ങർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുൾ ബ്രിങ്ങർ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ആ പാട് കണ്ടന്റ് ചെയ്യാത്ത ഒരു ആനിമി സീരീസ് ബ്ലീച്ചാ. കാര്യം വേറൊന്നുമല്ല, ആളില്ലാഞ്ഞിട്ടല്ല, എനിക്ക് സംസാരിക്കാൻ നേരത്തെ ചെറിയ പ്രശ്നങ്ങൾ വരും. ബ്ലീച്ചിലെ പേരുകൾ ഭയങ്കര ആകെപ്പാട് ഞാനിപ്പോ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷത്തിൽ കൂടുതലായി. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ബ്ലീച്ചിലെ കണ്ടന്റ് പക്ഷെ ഒറ്റ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു സോൾ കിങ്ങിനെ പറ്റി. പിന്നെ ഫാൻസ് ഉണ്ട്. എടാ നമ്മുടെ പരിപാടി ചെയ്തപ്പോ പ്രോഡക്റ്റ് പലരും ചോദിച്ചു, പോസ്റ്റേഴ്സിന് ബ്ലീച്ചിന്റെ പോസ്റ്ററിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇല്ല. ക്യാരക്ടേഴ്സും അടിപൊളിയാ എല്ലാം. ചില ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുന്ന് ചോണ്ടി എടുത്തത് തന്നെയാണ് ഇപ്പോഴത്തെ. പക്ഷേ ഇച്ചിഗോ ആക്ച്വലി പ്രോപ്പർ MC ആയിട്ടായിരിക്കും കേട്ടല്ലോ. അതായത് കറക്റ്റ് എമൗണ്ട് പ്ലോട്ട് ആർമർ, പരിക്ക് പറ്റുന്നു, അതിശക്തനായി തിരിച്ചു വരുന്നു. പ്ലോട്ട് ആർമറൊക്കെ മെയിൻ സ്ട്രീമിൽ എനിക്ക് ലൂഫിക്കാണ്. ഞാൻ പറഞ്ഞുതരാം. ആർലോങ് ആർക്ക് ആദ്യം പറയട്ടെ, അവനാദ്യം പറയട്ടെ, നിനക്ക് എന്തുകൊണ്ട് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പൊ കായിഡോയുള്ള ഫൈറ്റാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് കായിഡോയുള്ള ഫൈറ്റിലാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. കാര്യം ലുഫിക്ക് പറ്റുന്നില്ലായിരുന്നു എങ്കിൽ കൂടിയും എവിടെ വെച്ച്, പിന്നെ അതിനു മുമ്പ് നമ്മുടെ കാറ്റഗോറിയുള്ള ഫൈറ്റിന്റെ അകത്തും ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. വില്ലിനാണ് അവൻ, വില്ലിന്നില്ല, അത് പ്ലോട്ട് ആർമർ ഇച്ചിരി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ആ ഈ കത്താകുരി അവിടെ ഓണറബിൾ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അത് ശരിയാണ്. ലൈക്ക് അല്ല അവിടെ എനിമിയെ പോലെ പ്ലോട്ട് ആർമർ പോലെയാണ്. അതൊരു പ്ലോട്ട് ആർമർ ആണോ? അത് MC ജയിക്കാൻ വേണ്ടി ഫൈറ്റ് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ഒരു പ്ലോട്ട് ആർമർ തന്നെയാണ്. അല്ല, ഒരുപക്ഷെ അങ്ങനത്തെ ഒരു കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ ലൂഫിനെ വലിച്ചു കയറി അവിടെ ഇട്ടേ. അല്ല, ഓണറബിൾ ഫൈറ്റ് മാത്രമല്ല, ഈ ലൂഫി എന്തോ കത്താകുരിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റേ കത്താകുരി ഈ പറഞ്ഞ ഓരോ തവണ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് ഇവൻ അത് പഠിക്കുന്ന ലൂഫി. അത് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയുമോ? ഇവന്റെ ഫേസ് കണ്ടതിന് ശേഷമാണ്. ഇവന് ഫേസ് കണ്ടിട്ടും ഇവ എന്താ പറയാ കണ്ട് ജഡ്ജ് ചെയ്ത പോലെ ഇവനും ജഡ്ജ് ചെയ്തില്ല. ആ ഒരൊറ്റ കാരണത്തിൽ ഇവൻ അവനോടൊരു റെസ്പെക്ട്, ആ ഒരു റെസ്പെക്ട് കൊണ്ട് മാത്രമാണ്. അതിന് പകരം അവൻ എതിരാളിയെ പോലെയാണ് കണ്ടിരുന്നതെങ്കിൽ തീർന്നു തന്നെ അവിടെ. ഇപ്പം നമ്മുടെ സോറോയും കൈഡോയും ഒന്നിച്ചിരുന്ന് വെള്ളം അടിച്ചായിരുന്നെങ്കിലും ഈ പറഞ്ഞ കൈഡോയ്ക്ക് ഇവന്റെ അടുത്ത് റെസ്പെക്ട് തോന്നിയായിരുന്നു. ഒരിക്കലും കള്ളിനെ ജഡ്ജ് ചെയ്യാത്ത ഒരുത്തരാണ് സോറോ എന്ന്. കള്ളുണ്ടോ? ഞാനുണ്ട്. അതാ അതല്ലേ സാഞ്ചി. എടാ ഇതില് പറയാലോ, ഗോനികാശിമ ആർക്കില് വരുമ്പോഴില്ലേ അവേ ഞാൻ മണത്തില്ലല്ലേ ഇവിടെ. അതൊക്കെ ഉണ്ട്, അതൊക്കെ നിനക്കൊന്നും പറ്റില്ല, എനിക്ക് ആ കഴിവുള്ളൂ. അതേസമയം ഒരു പെണ്ണാണെങ്കിൽ അത് സാഞ്ചി കണ്ടുപിടിക്കും. സാഞ്ചിക്ക് ഇത് കണ്ടില്ല, ഒബ്സർവേഷൻ ആക്കി കണ്ടില്ലായിരുന്ന റഡാറ്
പെണ്ണുങ്ങൾ മാത്രമേ അത് കണ്ടുപിടിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ അതേ ബോണിനെ സമയത്ത് കണ്ടുപിടിച്ച recently. ഇവൻ ഇത് ചെയ്തുവല്ലോ. അതേ സമയത്ത് റെസ്റോസ ആർക്കില് സ്നൈപ്പർ ഈ ഇവിടെ വയോളനെ കൊല്ലാൻ വേണ്ടിട്ട് നോക്കുമ്പോ ഇവൻ ഡയറക്റ്റ് നോക്കിയിട്ട് ഇവന്റെ സ്കോപ്പ് ചെയ്യുന്നത് ഇവൻ സ്കോപ്പ് ചെയ്യും. ആ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഒറ്റ ചവിട്ട്. അതേപോലെയാണ്. അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ല ഞാൻ പറഞ്ഞുതരാം, ലൂഫിയുടെ പ്ലോട്ട് ആർമർ പറഞ്ഞുതരാം. ആർലോങ് ആർക്ക് വെള്ളത്തിൽ കിടക്കും. അറ്റാക്ക് പിന്നെ ആ വെള്ളത്തിൽ വീണ സമയത്ത് നോജിക്കോയും മറ്റേ ആളും മറ്റേ ഇവളുടെ നാമിയുടെ ഫാദർ ഫിഗറില്ലേ, പുള്ളി രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തീരുവോ? ഞാൻ അതിന്റെ ചോദ്യം അതല്ല, ആ ടൈമിൽ ആർലോങ്ങിനെക്കാട്ടിലും ലൂഫി പവർഫുൾ ആണോ? അല്ല അല്ലാന്നോ? അല്ല അല്ലാന്നോ? ലൂഫി പവർഫുൾ അല്ല. അവൻ ജിംബയുടെ സബോർഡിനേറ്റ് ആണ്. നല്ല powerful ആയ പറയുന്നത് ഈസ് എക്സ്ട്രീംലി പവർഫുൾ. ലൂഫി ഗാർപ്പിന്റെ മോനാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് പക്ഷെ ആ സമയത്ത് ആനപ്പുറത്ത് കയറി പറഞ്ഞ മോന്റെ വീട്ടിൽ നടമ്പോ വരൂല. അതുകൊണ്ട് അച്ഛനുമല്ല പൂപ്പൻ. എടാ കൊച്ചുമോനാണെങ്കിലും ബയോളജിക്കൽ ഗ്രാൻഡ് സൺ എന്ന് പറയപ്പെടുന്നു. ഉറപ്പൊന്നുമില്ല. പറയപ്പെടുന്നു. പോട്ടെ, ഗാർപ്പിന്റെ കൊച്ചുമോൻ എന്ന് പറയുന്നു. ഗാർപ്പിന്റെ ഒന്നും നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? കാട്ടിലേക്ക് എടുത്ത് എറിയ, കൊക്കയിലിടുക, അതൊക്കെയല്ലേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഇതില്ല. ലൂഫി തന്നെ ട്രെയിൻ ചെയ്താ വന്നത്. സെൽഫ് ട്രെയിൻ ആണ് അവൻ. പക്ഷെ അവൻ അത്ര എക്സ്പീരിയൻസ് കുറവായത് കൊണ്ട് മാത്രമാണ് അവൻ അവിടെ വെച്ച് ഇതായത്. ആ ഗ്ലോ അപ്പ് എന്നൊക്കെ പറയുമ്പോ അത് ശരിയാണ്. ഗാർപ്പിന്റെ ഡിസിപ്ലിൻ ഞാനൊരു റീവാച്ച് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. ലൂഫി ആ ഒരു ടൈമില് കറങ്ങുന്ന ഒരു അറ്റാക്ക് യൂസ് ചെയ്തു. പിൻവീലല്ല, അതിന് മുമ്പായിട്ട് ലൈക്ക് കാല് രണ്ടും നിലത്ത് വെച്ച് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ലൈക്ക് ഒറ്റ പഞ്ചിന് ആ ടൈമില് ആർലോങ്ങിനെ അവിടെ അടിച്ച്. ആർലോങ് പിന്നെ കുറച്ചാഴ്ച എണീറ്റിട്ടില്ല, ഒറ്റ അടിക്ക്. അത് ചെയ്യാൻ വേണ്ടിട്ട് ആ മണ്ടം മറ്റേ കാല് രണ്ട് കോൺക്രീറ്റ് കയറ്റിയിട്ടാണ് അതാണ് പെട്ടുപോയത്. മാത്രമേ ഉള്ളു പവർലെസ് ആയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. കാരണം സോറോ വെസസ് അജൻ എന്ന് പറഞ്ഞാൽ അതൊരു ഡാൻസിങ് പോലെ അതൊന്നും ഇല്ല. അത് അവന് സോറോക്ക് ചുമ്മാ അടിക്കാം. പക്ഷെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല പാടുള്ളത് തന്നെയായിരുന്നു. ഉസപ്പാണ് അതിനകത്ത് ഏറ്റവും കലിപ്പിനടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് വരുന്നത് ലോക്ക്ഡൌൺ ഡ്രാഗൺ വന്നുകൊണ്ട് മാത്രമാണ്. അതൊരു പ്ലോട്ട് ആർമർ അല്ലത്, അതൊരു സ്റ്റോറിക്ക് അതൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ പറയട്ടെ, ഞാൻ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ പോലെ മിക്ക കഥ വൺ പീസിൽ മിക്ക പോയിന്റിലും ഇങ്ങനെ ഓരോരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലൂഫി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇച്ചിഗോയ്ക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതേപോലെ പ്ലോട്ട് ആർമർ എന്ന് പറയുന്നത് മെയിൻലി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവിടെയും ഇതുവരെ ടീസ് ചെയ്യാത്തൊരു പവർ ഒരു പെട്ടെന്ന് ഒരു ക്യാരക്ടറിന് കിട്ടുകയാണ്. ഇപ്പൊ ഇച്ചിഗോ അങ്ങനെ ഇഷ്ടംമാതിരി തവണ കിട്ടുന്നുണ്ട്. അതായത് അതുവരെ മറ്റേ ഇപ്പം ഒരു പവറപ്പ് വരത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പവറപ്പ്. അത് മാത്രം പ്ലോട്ട് ആർമർ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. മെയിൻലി ഒരു ഓവറോൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ എങ്കിലും അത് മാത്രമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു സംഭവം. പെട്ടെന്ന് ഒരു ക്യാരക്ടറിന് ഒരു MC ഒരു പവറപ്പ് കിട്ടുകയാണ്. അങ്ങനെ MC പവർഫുൾ ആയി MC അതെനിക്ക് തോന്നിയിട്ടുള്ളത്, ലൂഫിക്ക് തോന്നിയിട്ടുള്ളത് ഗിയർ സെക്കൻഡ്, ഗിയർ 3 അതവൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ല. അവൻ പറയുന്നുണ്ട് പെട്ടെന്ന് ഈ ഒരു സാധനം ഗിയർ 2 അല്ലെങ്കിൽ ഗിയർ 3. പക്ഷെ അത് ഔക്കിജിയെ കണ്ട മൊമെന്റ് എനിക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്നത് ഒരു വലിയ കുളത്തിലാണെന്നുള്ളത്. അപ്പൊ ലൈക്ക് അവൻ പറയുന്ന സംഭവമാണ് അതിനുശേഷം ട്രെയിൻ ചെയ്തൊരു സാധനമാണ്. അല്ല പക്ഷെ ചിലര് പറയുന്നത് തിയറി പോലെയാണ് ഈ മറ്റേ റോക്കറ്റ് ട്രെയിനാ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്. പക്ഷെ അത് ബൗൺസ് മാന് മാത്രമേ ഉള്ളൂ, ബൗൺസ് മാനും സ്നേക്ക് മാനും മാത്രമേ ഉള്ളൂ. ടാങ്ക് മാൻ അതിന് വേണ്ടിയിട്ട് ടാങ്ക് മാൻ എന്ന് പറയുന്നത് അവൻ അവിടെ വെച്ച് എന്തെങ്കിലും അതിപ്പം ഒരുപാട് തവണ ചെയ്യുന്നുണ്ട് അങ്ങനെ പല ബ്ലണ്ടറുകൾ. ഈ പിസ്റ്റൾ എന്ന് പറയുന്നത് തന്നെ സത്യം പറഞ്ഞാൽ അവന്റെ ഒരു ബ്ലണ്ടറാണ്. എന്റെ ഇടി മറ്റേ പിസ്റ്റൾ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് സാധനമാണ്.
അതൊരു ബ്ലണ്ടർ ആണ് അവന്റെ, അല്ലാതെ ഈ ടാങ്ക് മാൻ പിന്നെ വൺ പീസ് എപ്പിസോഡ് ആയിക്കൊണ്ടിരിക്കും. അതെ അതെ വിടുക. ഓക്കെ ശരി. ഞാൻ ഉദ്ദേശിച്ച കുറച്ച് സ്ഥലത്ത് ഇതേപോലെ ഓരോരോ ക്യാരക്ടേഴ്സ് കാരണം ഇവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് അതൊരു സ്റ്റോറിക്ക് അത് പറ്റിയ ആവശ്യമാണ്. അത് അല്ല എല്ലാ സ്റ്റോറിക്കും അതൊരു സ്റ്റോറി പ്ലോട്ട് ആർമർ എന്നല്ല, അതിന് ഞാൻ പ്ലോട്ട് ആർമർ എനിക്ക് അത് വിശേഷിപ്പിക്കാൻ അതൊരു പ്ലോട്ട് പറ്റും. ആർമറാണ്. പക്ഷേ ഈ പറഞ്ഞ പവറപ്പുകൾ, അതായത് എവിടെ നിന്നില്ലാത്ത ഇൻസ്റ്റന്റ് പവറപ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മറന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം. നീ ഫൈനൽ ഗെറ്റ്സ് ടെൻഷനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അറിയോ, നമ്മുടെ ഡ്രാഗൺ ബോളിനകത്ത് കൂട്ടി പറ, ശബ്ദം കൂട്ടി. ഡ്രാഗൺ ബോളിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്കത് ഇഷ്ടമല്ല. അത് പക്ഷെ ഡ്രാഗൺ ബോളിനകത്ത് ഫസ്റ്റ് ഒക്കെ സ്റ്റേജ് അവൻ നന്നായിട്ട് തന്നെ ട്രെയിൻ ചെയ്ത് പൊളിയായിരുന്നു, തങ്കമായിരുന്നു ക്ലാസിക് ഡ്രാഗൺ ബോൾ എന്ന് പറയുന്നത്. ലൈക്ക് അൾട്രൻസിന്റെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫോർമേഷൻ ഫസ്റ്റ് സൂപ്പർ സൈൻ. എനിക്ക് സൂപ്പർ സൈൻ എനിക്കും ഇഷ്ടപ്പെട്ടത് സൂപ്പർ സൈൻ 4 എന്ന് പറഞ്ഞത് ആക്ച്വലി നോൺ കാനൺ ആണ്. ഓൺ ക്യാനാണ്. ജിടി ആക്ച്വലി ഡ്രാഗൺ ബോൾ ജിടിയിലാണ് സൂപ്പർ സൈൻ 4 വരുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ഇതാണ് ഇപ്പൊ ഡൈമ ആക്ച്വലി ഇത് ഇടക്കാണ് നിർത്തിയിരിക്കുന്നത്. അത് പുള്ളി തന്നെ അക്കീറ തോറിയാമ തന്നെ എഴുതിയേക്കുന്നത്. മറ്റേ സൂപ്പർ കൊണ്ടുപോയി കൊളവാക്കിയേക്കുന്നുണ്ട് പുള്ളി. സൂപ്പർ പുള്ളി എഴുതി ഡയറക്ഷൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇത് ആക്ച്വലി പുള്ളി അക്കീറ തോറിയാമ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് സി കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂവേഷൻ ആണ് ഡൈമ, അങ്ങനത്തെ രീതിയിലാണ് അത് എഴുതിയേക്കുന്നത്. സൂപ്പർ. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിഎസ് എഴുന്നേക്കുന്നത് വേറെ ഏതൊരു ഫോം കണ്ടല്ലേ, ഗോക്കുന്റെ. പക്ഷെ ആ ഫോമാണ് ഇതെന്നും ഇപ്പൊ പറയുന്നുണ്ട്. ഡൈമ സൂപ്പർ 4 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇതുണ്ട്. പക്ഷെ കാണുന്നത് ആ ഫോം ഓജി സൂപ്പർ സൈൻ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഫ്രീസയുടെ കൂടെ ഉള്ളതായിരുന്നു പ്രോപ്പർ. അന്നത്തെ കാലത്ത് കാർട്ടൂൺ നെറ്റ്വർക്കിൽ മെറ്റൽ മ്യൂസിക് ഇട്ട് ഇറക്കുന്നതാണ്.